നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വിഭൂഷാണ്. ഇന്നത്തെ വിഷയം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ്. ജ്യോതിഷം എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ജ്യോതിഷം നമുക്ക് സ്വയം വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അതെല്ലാം ഓരോരുത്തരുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിനാണ് വിട്ടിരിക്കുന്നത്. എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നല്ലതും മോശവുമായിട്ടുള്ള അനുഭവങ്ങളെ ഒന്ന് വിശകലനം മാത്രം ചെയ്യുന്നതാണ് ഇവിടെ. അതായത് നമ്മൾ 2 ദിവസം കൊണ്ട് നമ്മളൊരു സിനിമാ മേഖലയിലെ ഒരു ചിത്രത്തിൻ്റെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകളാണ് സമൂഹം ചെയ്യുന്നത്. ഈ ചർച്ചകളൊക്കെ ഒരു പരിധിവരെ നിൽക്കൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും ചർച്ചകൾ ചൂട് പിടിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, ഭാരതത്തിൽ വെളുത്ത വാവിനും കറുത്ത വാവിനും അതേപോലെ ഗ്രഹണങ്ങൾക്കും ചില മാറ്റങ്ങൾ മനുഷ്യനിലും പ്രകൃതിയിലും വരുത്തുവാനുള്ള സ്വാധീനമുണ്ടെന്ന് പ്രാചീന ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ വിശദമായി എഴുതി വച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നമ്മുടെ ഒരു സുനാമി ഉണ്ടായ ദിവസം എന്ന് പറയുന്നത് ഒരു വെളുത്തവാവ് ദിവസമായിരുന്നു. അതായത് 2004 ഡിസംബർ 26 രാവിലെ 10 മണിക്കടിച്ച ഒരു സുനാമി ഈ ലോകം മുഴുവനും പല പ്രദേശത്തും ആഞ്ഞടിക്കുകയും അതിൻ്റെ ഫലമായി ഒരു 3 ലക്ഷത്തിൽ പേര് ആ ദിവസം മരണമടയുകയും ചെയ്തു. അതായത് നമ്മൾ കണ്ട ഏറ്റവും ഒരു വലിയ ദുരന്തം നമ്മുടെ ഭാരത സമൂഹം ഏറ്റവും നല്ല ദിവസമായി കരുതുന്ന ഒരു പൗർണമി ദിവസമാണ് സംഭവിച്ചതെന്ന് ഓർക്കുക. അടുത്ത് ചെന്നൈ ഫ്ലഡ് വന്നത് ഒരു കറുത്തവാവ് ദിവസം മുതൽ 1 മാസത്തെ കാലയളവിലുള്ള അടുത്ത കറുത്തവാവ് ദിവസം വരെ നീണ്ടുനിന്ന ഒരു ചെന്നൈ ഫ്ലഡ് നമ്മൾ അനുഭവിച്ചു. ഇപ്പോഴത്തെ ഒരു സമകാലിക പ്രശ്നം പറയാം. ഇപ്പോൾ അടുത്തിടെ നടന്ന തായ്ലൻഡിലെ ഒരു ഭൂകമ്പം ഒരു കറുത്തവാവ് തുടങ്ങുന്നതിനും, അതായത് ഗ്രഹണവും കറുത്തവാവും തുടങ്ങുന്നതിനും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ ഈ വാവ് ദിവസങ്ങളിലൊക്കെ നമ്മുടെ മനുഷ്യനിലും ചില മാറ്റങ്ങൾ വരുന്നതായി ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആ അവസരത്തിലാണ് നമ്മുടെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ചിലപ്പോൾ ഒരു സിനിമകളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ പൂജാതി കാര്യങ്ങളും അതിൽ ചിലപ്പോൾ അതിലെ സംവിധായകരോ അതിലെ നിർമ്മാതാക്കളോ വളരെയധികം ദൈവിക ഭക്തന്മാരായിരിക്കും. അവരെല്ലാം തന്നെ ഒരു ജ്യോതിഷിയെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം മുമ്പൊക്കെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ ശാസ്ത്രത്തിനൊക്കെ ഒരുപാട് വളർന്നു. ഇതിലൊക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഒരു റിലീസിംഗ് ഡേറ്റ് നിശ്ചയിച്ചത് 2025 മാർച്ച് മാസം 28 ആയിരുന്നു. ആ ദിവസം തന്നെ സിനിമ ഏകദേശം 700-ൽ പരം തിയേറ്ററുകളിൽ റിലീസായി. ഒരു ദിവസം ഒരു 4000-ൽ പരം ഷോകളാണ് അത് കളിക്കുന്നത്. അങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ചരിത്രത്തിൽ തന്നെ ഒരു ഇടം പിടിച്ച ഒരു സിനിമയായിരുന്നു എമ്പുരാൻ എന്നുള്ള ഈ സിനിമ. സിനിമ ഇറങ്ങിയ ദിവസം തന്നെ ചില ചെറിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അത് വളർന്ന് അടുത്ത ഗ്രഹണ ദിവസമായ 29 അതിൻ്റെ പൂർണ്ണതയിലെത്തുകയും ചെയ്തതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പം ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വാവും ഗ്രഹണ ദിവസവും നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം ഇനി ആ ദിവസത്തെ ഗ്രഹനിലയിൽ മീനം രാശിയിൽ ഒരു ഗ്രഹം ഉച്ചത്തിലും ഒരു ഗ്രഹം നീചത്തിലുമാണ് നിന്നിരുന്നത്. അതായത് ശുക്രൻ എന്നുള്ള ഗ്രഹം ഉച്ചത്തിലും ബുധൻ എന്നുള്ള ഗ്രഹം നീചം രാശിയിലും. നീചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലമില്ലാത്ത അവസ്ഥയിലും. അതോടൊപ്പം സൂര്യൻ്റെ ശത്രുവാണ് ശുക്രൻ എന്ന് നമുക്ക് ജ്യോതിഷം കൃത്യമായി പറഞ്ഞു തരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കലാ നിപുണതയുമായി ബന്ധപ്പെട്ട ശുക്രനോടൊപ്പം ആത്മകാരകനായ സൂര്യൻ
ശത്രുയോഗം ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം ബുധൻ, അതായത് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ബുധനാണ്. അപ്പം ആ ഭൗതിക തലവും ആ സമയത്ത് ഒരു നീചാവസ്ഥയിലാണ്, അതായത് ബലക്കുറവുള്ള ഒരു ഗ്രഹ അവസ്ഥയിലാണ് നിലനിന്നിരുന്നത്. വേറെ ഒരുപാട് അതിൻ്റെ കാരണങ്ങൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സമയക്കുറവ് കാരണം ഇവിടെ പറയുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. ആ യാത്രയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സിനിമയുടെ നന്മയോ തിന്മയോ കുറിച്ച് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആ സിനിമയിൽ അഭിനയിച്ച ആരും മോശക്കാരല്ല, എല്ലാവരും വളരെയധികം എഫിഷ്യൻ്റായിട്ടുള്ള നല്ല നടന്മാരും ഒക്കെ തന്നെയാണ്. അത് പ്രത്യേകിച്ച് മോഹൻലാലിനായിരുന്നാലും മഞ്ജു വാര്യരായിരുന്നാലും പൃഥ്വിരാജായിരുന്നാലും. ബാക്കിയുള്ളവരുടെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു സിനിമ തുടർച്ചയായി കാണുന്ന ഒരാളല്ല ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ എല്ലാം അഭിനയ പാടവം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ കാലാപാനി എന്നുള്ള ഒരു ബിഗ് ബഡ്ജറ്റ്, അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിയ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ മോഹൻലാലിൻ്റെ അഭിനയം എന്നുള്ളത് നമ്മുടെ ചിന്തകൾക്കപ്പുറമായിരുന്നു. അതേപോലെ പൃഥ്വിരാജും വളരെയധികം വിമർശനങ്ങളൊന്നും നേരിടാത്ത ഒരു നായക കഥാപാത്രമായി നിന്നിരുന്ന ഒരാളാണ്. അപ്പം ഇവരുടെ എല്ലാം കൂട്ടുകെട്ടിൽ പിറന്ന ഒരു സിനിമയായിട്ടും അതിനു മുമ്പേ ഉണ്ടായിരുന്ന ഒരു ലൂസിഫർ എന്ന സിനിമയെ ലോകം മുഴുവനും വളരെയധികം പോസിറ്റീവായി നമ്മളെ നെഞ്ചോട് ചേർത്തിട്ടും എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് മാർക്കുകൾ വരുന്നത്? അപ്പോൾ അതിൽ സിനിമയുടെ നെഗറ്റീവ് മാർക്ക് എന്നുള്ളത് സിനിമാക്കാർ തന്നെ ചർച്ച ചെയ്യട്ടെ. അത് എൻ്റെ ഒരു വിഷയമല്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്നുള്ളത് ഒരു ഇപ്പോഴത്തെ രീതിയിൽ ഒരു വ്യവസായമാണ്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്, ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അത് വിജയിക്കണം, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും, അതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ ഇറക്കുമ്പോൾ ആ സിനിമയുടെ കഥാതന്തു എന്താണ് എന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്യുക. അതായത് ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടം മാത്രമല്ല, അതിന് പല മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് അതിൻ്റെ ചില കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചില പ്രത്യാഘാതങ്ങൾ ചിലരിൽ നിന്നും അഡ്വൈസ് കിട്ടുകയും അതിനെ തിരുത്താനുള്ള അവസരം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിലും മറ്റൊരു പോരായ്മ കൊണ്ട് ചിലപ്പോൾ കഥാതന്തുവെല്ലാം പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില നെഗറ്റീവ് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു ചിത്രം എടുക്കുമ്പോൾ ഒരു റിസർച്ച് നമുക്ക് ആവശ്യമാണ്. ആ റിസർച്ചിനോടൊപ്പം ഈ സിനിമ എപ്പോഴാണ് റിലീസ് ചെയ്യേണ്ടത്? അതായത് ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ഒരു സീസണെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അപ്പം ഓരോ സീസണും ആരംഭിക്കുന്നത് ഒരു കറുത്ത വാവ് മുതൽ അടുത്ത 2 മാസം കഴിഞ്ഞുള്ള ഒരു കറുത്ത വാവ് വരെ ഓരോ സീസണും മാറി മാറി മറിയുന്നു. ഈ ഓരോ കറുത്ത വാവ് വരുമ്പോഴും പ്രത്യേകിച്ച് സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ വരുമ്പോഴും പ്രകൃതിയിലോ പ്രപഞ്ചത്തിലോ മനുഷ്യ ബ്രെയിനുകളിലോ ഒരുപാട് തരംഗമാറ്റങ്ങൾ, അതായത് കെമിക്കലുകളുടെ ഒരു നെഗറ്റീവ് തരംഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയം, അതിന് മുൻകൂർ നൽകുന്ന നമ്മൾ പരസ്യങ്ങൾ, അതിലുള്ള ചില റീലുകൾ, ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷനിലേക്ക് ആദ്യം വിട്ടതിന് ശേഷം നമ്മൾ അതിൽ അഭിനയിക്കുന്ന പ്രധാന നടന്മാരുമൊക്കെ ആയിട്ട് വളരെ ചെയ്ത് അതേപോലെ ഒരു ജ്യോതിഷപരമായിട്ട് ഒരു ഉപദേശവും കൂടി തേടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു നല്ല ജ്യോത്സ്യനും, ഞാൻ ആധികാരികം പറയുന്നു, ഒരു ശാസ്ത്രം പഠിച്ച നല്ല ജ്യോത്സ്യനും ഈ ഒരു ദിവസം സിനിമ റിലീസ് ചെയ്യുവാനായി പറയത്തില്ല. അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്.
ഒരു നല്ല ഒരു ജ്യോതിഷിയും ഒരു ഗ്രഹണത്തിന് ഏതാനും മണിക്കൂർ മുമ്പേ, ഒരു ഗ്രഹണവും ഒരു കറുത്തവാവും സംഭവിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പേ ഇങ്ങനെയുള്ള ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറക്കുവാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യുവാൻ ആരും പറയത്തില്ല. കാരണം അതിനൊരു പ്രധാന കാരണമുള്ളത്, ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ ഗ്രഹണങ്ങൾ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ, അതായത് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സംഭവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസുകൾക്കെല്ലാം ഒരുപാട് നെഗറ്റീവ് തരംഗങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ പഞ്ചകോശങ്ങളെയും സപ്തശരീരങ്ങളെയും പഞ്ചഭൂതങ്ങളെയും നമ്മുടെ അന്തർസ്രാവ ഗ്രന്ഥികളെയും എല്ലാം തന്നെ ചില മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ ജനങ്ങളുടെ ഒരു കൂട്ടായ പ്രതികരണത്തിൽ കൂടുതൽ നെഗറ്റീവ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാകും. അപ്പോൾ ഇനിയെങ്കിലും ഈ ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാ മേഖലയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള ഒരു ചെറിയ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.